ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്നൊരു കഥ വളരെ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കഥ, അതായത് ഗുരുവായൂർ അമ്പലത്തെക്കുറിച്ചുള്ള കഥ. ബ്രഹ്മാവ് പണ്ട് മനസ്സിൽ മനുഷ്യ സൃഷ്ടിയെപ്പറ്റി ചിന്തിച്ചു. ആ ചിന്തയിൽ രൂപം കൊണ്ട പുത്രന്മാർ, അവരെ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാർ എന്നാണ് പറയുന്നത്. പ്രജാപതികൾ എന്നാണ് പുരാണങ്ങളിൽ അവർക്കുള്ള പേര്. അന്ന് സുതപസ് എന്നൊരു പ്രജാപതി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് പൃശ്നി. വളരെ കാലം അവർ സുഖമായി താമസിച്ചു. കാലമേറെ കഴിഞ്ഞപ്പോൾ സുതപസ്സിന് ഒരു പ്രയാസം, ഒരു പുത്രൻ വേണം. പുത്രൻ ഇല്ലാത്തത് കൊണ്ടുള്ള ദുഃഖം കൂടി വന്നു. സുതപസ് പൃശ്നിയെയും കൂട്ടി ബ്രഹ്മാവിൻ്റെ അടുത്തെത്തി. ബ്രഹ്മാവ് പുത്രനെ സ്വീകരിച്ചിരുത്തി. അടുത്തായി ഭാര്യയും ഇരുന്നു. സുതപസ് ബ്രഹ്മാവിനോട് തൻ്റെ ദുഃഖം ഉണർത്തിച്ചു. ഇക്കാര്യത്തിൽ എന്താണ് വേണ്ടതെന്ന് ബ്രഹ്മദേവൻ ആലോചിച്ചു. അദ്ദേഹത്തിന് പെട്ടെന്ന് പ്രതിവിധിയൊന്നും തോന്നിയില്ല. പക്ഷേ ബ്രഹ്മാവ് ധ്യാനത്തിൽ മുഴുകി. ധ്യാനം കഴിഞ്ഞ് ഉണർന്ന് ബ്രഹ്മാവ് പറഞ്ഞു, ഈ വിഗ്രഹം ഞാൻ നിങ്ങൾക്ക് തരുന്നു. പതിവായി ഇതിനെ പൂജിക്കുക. നിങ്ങൾക്ക് ആഗ്രഹം സാക്ഷാൽ മഹാവിഷ്ണു തന്നെ സഫലമാക്കി തരും. ബ്രഹ്മദേവൻ തൻ്റെ പൂജാവിഗ്രഹം സുതപസ്സിന് കാണിച്ചു കൊടുത്തു. സുന്ദരമായ വിഷ്ണു വിഗ്രഹം, ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവയേന്തിയ 4 തൃക്കൈകൾ, നന്നായി പുഞ്ചിരിക്കുന്ന മുഖം, കാരുണ്യം തുളുമ്പുന്ന കണ്ണുകൾ. സുതപസ് ആ വിഗ്രഹത്തെ വളരെ നേരം നോക്കി നിന്നു. ബ്രഹ്മദേവൻ പറഞ്ഞു, പണ്ട് സാക്ഷാൽ മഹാവിഷ്ണു തന്നെ എനിക്ക് തന്നതാണിത്. സൃഷ്ടി തുടങ്ങുന്ന കാലം എനിക്കൊരു പ്രയാസം. സൃഷ്ടികളുടെ നേർക്ക് മമതയുണ്ടാവില്ലേ? ആ വഴിക്ക് അഹങ്കാരവും ഉണ്ടാവാമല്ലോ. അഹങ്കാരം നാശത്തിന് കാരണമാവില്ലേ? ഈ വിചാരത്തോടെ ഞാൻ തപസ് ചെയ്തു. ഏറെക്കാലം തപസ് ചെയ്തപ്പോൾ വിഷ്ണു ഭഗവാൻ തൻ്റെ മുന്നിലെത്തി. ഈ വിഗ്രഹം പതിവായി പൂജിച്ചു കൊണ്ടാൽ അഹങ്കാരവും മമതയുടെ ബന്ധവും ഉണ്ടാവില്ലെന്ന് അരുളി ചെയ്തു. ബ്രഹ്മദേവൻ തുടർന്നു, ഈ വിഗ്രഹത്തെ പൂജിക്കാനുള്ള രീതികളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. തുടർന്ന് ബ്രഹ്മദേവൻ്റെ ഉപദേശപ്രകാരം വിഗ്രഹം കൊണ്ട് സുതപസ്സും ഭാര്യയും യാത്രയായി. സുതപസ് ആലോചിച്ചു, ഈ വിഗ്രഹം എവിടെ വയ്ക്കും? മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുവാൻ പരിശുദ്ധമായ ഒരിടം വേണമല്ലോ. പറ്റിയ സ്ഥലമന്വേഷിച്ച് അവർ ഹിമാലയത്തിലെത്തി. വിഗ്രഹം അവിടെ സ്ഥാപിച്ചു. അതിന് മുമ്പിലായി സുതപസ്സും ഭാര്യയും ഇരുന്ന് തപസ് തുടങ്ങി. വളരെ കാലം അങ്ങനെ കഴിഞ്ഞു. കഠിനമായ തപസ്. ഉണങ്ങിയ ഇലകൾ മാത്രം ഭക്ഷിച്ച് തന്നെ ധ്യാനിച്ച് കഴിയുന്ന അവരുടെ നേർക്ക് ഭഗവാൻ പ്രസാദിച്ചു. മഹാവിഷ്ണു അവരുടെ മുമ്പിലെത്തി. എന്ത് വരമാണ് വേണ്ടത്? ഭഗവാൻ ചോദിച്ചു. നനച്ചിരിക്കാതെ ഭഗവാനെ മുമ്പിൽ കണ്ടപ്പോൾ അവർ ഭയപ്പെട്ടു പോയി. എന്താണ് പറയേണ്ടതെന്നറിയില്ല. അതുകൊണ്ട് 2 പേരും ഒന്നും പറഞ്ഞില്ല. ഭഗവാൻ അവരുടെ സ്ഥിതി മനസ്സിലാക്കി. അവരുടെ തലയിൽ മഹാവിഷ്ണു കൈവച്ച് അനുഗ്രഹിച്ചു. അതോടെ അവർക്ക് സ്വബോധം തിരിച്ചു കിട്ടി. പുത്രൻ വേണമെന്ന് കരുതിയാണ് തപസ്സിനൊരുങ്ങിയതെന്ന കാര്യം ഓർമ്മ വന്നു. ഉടൻ തന്നെ ഇരുവരും ചേർന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങയെപ്പോലൊരു പുത്രൻ വേണം, അങ്ങയെപ്പോലൊരു പുത്രൻ വേണം, അങ്ങയെപ്പോലെ ഒരു പുത്രൻ വേണം. ഇങ്ങനെ 3 തവണ പറഞ്ഞു. ഭയത്തോടെ ഇങ്ങനെ 3 തവണ പറഞ്ഞത് കേട്ട് ഭഗവാൻ പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ചോദിച്ചത് ചെറിയ കാര്യമല്ല. ഈ പ്രപഞ്ചത്തിൽ എന്നെപ്പോലെ മറ്റാരുമില്ല, ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് ഞാൻ തന്നെ നിങ്ങളുടെ പുത്രനായി ജനിക്കാം. നിങ്ങൾ 3 തവണ എന്നോട് അപേക്ഷിച്ചുവല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ 3 ജന്മങ്ങളിൽ ഞാൻ നിങ്ങളുടെ പുത്രനായി ജനിക്കാം. ഇത്രയും പറഞ്ഞിട്ട് ഭഗവാൻ മറഞ്ഞു. സുതപസ്സും ഭാര്യയും നാട്ടിലെത്തി. തുടർന്നും അവർ ആ വിഗ്രഹത്തെ പൂജിച്ചു കൊണ്ടിരുന്നു. പൃശ്നിയുടെ പുത്രനായി ഭഗവാൻ അവതരിച്ചു. പൃശ്നിഗർഭൻ എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധനായി. കാലമേറെ കഴിഞ്ഞപ്പോൾ സുതപസ് കശ്യപനായും പൃശ്നി അതിഥിയായും ജനിച്ചു. അവരുടെ പുത്രനായി വാമനൻ അവതരിച്ചു. സുതപസ്സിന് ബ്രഹ്മാവ് നൽകിയ വിഗ്രഹം തന്നെ കശ്യപനും പൂജിക്കാൻ കിട്ടി. ദ്വാപരയുഗത്തിൽ സുതപസ് വസുദേവരായും പൃശ്നി ദേവകിയായും ജനിച്ചു. പലരും പൂജിച്ച് കൈമാറിയ ആ വിഗ്രഹം വസുദേവർക്കും ലഭിച്ചു.
വസുദേവരുടെ പുത്രനായി ശ്രീകൃഷ്ണൻ ജനിച്ചു. ശ്രീകൃഷ്ണ ഭഗവാനും ആ വിഗ്രഹത്തെ പൂജിച്ചു. ശ്രീകൃഷ്ണ ഭഗവാൻ അവതാര കൃത്യങ്ങളെല്ലാം സാധിച്ചിട്ട് സ്വർഗാരോഹണത്തിനുള്ള ഒരുക്കമായി. ആ സമയത്ത് ഭഗവാൻ ദേവഗുരുവായ ബൃഹസ്പതിയെയും വായുദേവനെയും വിളിച്ചു പറഞ്ഞു, നമുക്ക് സ്വർഗാരോഹണത്തിനുള്ള സമയമടുത്തിരിക്കുന്നു. ഏതാനും നാളിനുള്ളിൽ ഈ ദ്വാരക വെള്ളത്തിൽ മുങ്ങും. അപ്പോൾ നാം പതിവായി പൂജിക്കുന്ന ഈ വിഗ്രഹം നിങ്ങളെടുത്ത് യോഗ്യമായ ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിക്കണം. ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ ദ്വാരകയിൽ പ്രളയമുണ്ടായി. മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം കടലിൽ തിരകളിലൂടെ ഒഴുകിയെത്തി. ദേവഗുരുവും വായുദേവനും കൂടി അതെടുത്തു. പ്രതിഷ്ഠിക്കാൻ പറ്റിയ സ്ഥലം ഏതെന്ന് അവർ അന്വേഷിച്ചു. സാക്ഷാൽ ശ്രീ പരമേശ്വരനും പാർവതി ദേവിയും കൂടി താണ്ഡവ നൃത്തം നടത്തുന്ന ഒരു സ്ഥലം അവർ കണ്ടു. ഇവിടം എല്ലാം കൊണ്ടും പവിത്രമാണെന്ന് അവർക്ക് തോന്നി. അങ്ങനെ ആ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ചു. ഗുരുവും വായുവും കൂടി ഭഗവാന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചതുകൊണ്ട് ഈ സ്ഥലത്തിന് ഗുരുവായൂർ എന്ന പേരുണ്ടായി എന്നാണ് പഴയ വിശ്വാസം. ഇതാണ് കഥ.